സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു മാർക്കിങ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഓയിൽ ഫില്ല് ചെയ്യുകയാണ്. ഇതിലോ കുറവൊന്നുമില്ലല്ലോ എന്ന് കൺഫേം ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബൈക്കായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ സ്വന്തം ബൈക്കിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് ബൈക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ വാഹനം ഇപ്പോഴും, അതായത് 2014 എടുത്ത വാഹനമാണ്. ഇപ്പോഴും ഷോറൂം സർവീസ് തന്നെയാണ് എൻ്റെ ഈ ബൈക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഷോറൂം സർവീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 6000 കിലോമീറ്റർ, അതായത് 6000 കിലോമീറ്ററാണ് ഈ പാഷൻ എക്സ്പ്രോയ്ക്ക് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഞാൻ പക്ഷേ ഇത് 3000 കിലോമീറ്റർ കൂടുമ്പോൾ മാറാറാണ് പതിവ്. അതായത് 3000 കിലോമീറ്ററിൽ ഞാൻ മാറും, അടുത്ത 3000 ആകുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഓയിൽ ചേഞ്ച് ഞാൻ ആരോടും നിങ്ങളിങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനി അതിനെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കുക. ഇതിനകത്ത് ഞാൻ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓട്ടോ ഉള്ള വാഹനങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ ഓയിൽ ചേഞ്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു 3000 ഒക്കെ കൂടുമ്പോഴത്തേക്കും ചെയ്ത് വിടുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇത് ഓയിൽ കൂൾഡാണ് വരുന്നത്, അതായത് എയർ കൂൾഡാണ് വരുന്നത്. നമുക്ക് ഈ ഫിൻസ് കാണുമ്പോൾ പറയാം എയർ കൂൾഡാണ്. ഓയിൽ സർക്കുലേഷൻ കൊണ്ടും ഇതിൻ്റെ കൂളിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3000 കിലോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, അതായത് മര്യാദക്കൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ 6000 വരെ കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യം 3000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ റീപ്ലേസ് ചെയ്ത് വിടുന്നതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഏതായാലും എല്ലാവർക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏതായാലും 3 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എയർ ഫിൽറ്റർ. ഇത് ജെനുവിനാണ്, എല്ലാം ജെനുവിൻ പാർട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അത് കാറിനാണെങ്കിലും കൊള്ളാം, ബൈക്കിനാണെങ്കിലും കൊള്ളാം, ജെനുവിൻ പാർട്സ് നിങ്ങളും അതേ മേടിക്കാവുള്ളൂ ഞാൻ സജസ്റ്റ് ചെയ്തോളൂ. ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസമൊക്കെ വരത്തുള്ളൂ ജെനുവിനും നോൺ ജെനുവിൻ ഐറ്റംസുമായിട്ട്. പക്ഷേ എപ്പോഴും ജെനുവിൻ ഐറ്റംസ്, അതായത് ഏത് കമ്പനിയുടെ പാർട്സ് ആണോ ആ കമ്പനിയുടെ പാർട്സ് മാത്രം മേടിച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ എയർ ഫിൽറ്റർ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ മേടിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ വരുന്നത് 10W30 ആണ് വരുന്നത്. 10W30യുടെ എഞ്ചിൻ ഓയിലാണ് നമ്മുടെ ഈ ഒരു ബൈക്കിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പാർക്ക് പ്ലഗും മേടിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്നിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം, അതായത് ആദ്യം നമ്മൾ വാഹനത്തിൽ എന്ത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എഞ്ചിൻ ഓയിൽ ഊറ്റി വിടണം. വേറൊന്നും കൊണ്ടല്ല, എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് ഇറങ്ങി വരാനുള്ള താമസം, ആ ഒരു സമയം നമ്മൾ അതിന് കൊടുക്കണം. അത് സമയം കൊടുക്കാൻ വേണ്ടി ബാക്കി വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡ്രെയിൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, അതായത് എഞ്ചിൻ ഓയിൽ ആദ്യമേ ഡ്രെയിൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത്രയും സമയം കൂടെ ഉള്ള ഓയിൽ ഫുള്ള് ഡ്രെയിൻ ആയിക്കോളും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം, അതായത് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ഊറ്റുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വെച്ചും വരും, ഒരു 2 കിലോമീറ്റർ ഒന്ന് ഓടി വെച്ചും വന്നിട്ട് 2 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിൽ ഫുള്ള് ഊറ്റുക. അങ്ങനെ ഊറ്റി വിട്ടതിന് ശേഷം മാക്സിമം നമുക്ക് പറ്റുന്ന എത്ര സമയമാണോ അത്രയും സമയം ഡ്രെയിൻ ആയിക്കോട്ടെ. കാരണം ഷോറൂംസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർ അധികം നേരം വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയത്തില്ല. പക്ഷേ ഡ്രെയിൻ ചെയ്ത് കുറേ നേരം ബാക്കി വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടാണ് പൊതുവേ ഡ്രെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്കിവനെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ട്രേ എടുക്കുക. ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന തറയിലോട്ട് കളയാതിരിക്കാൻ വേണ്ടി ആ ട്രേ ഇതിൻ്റെ ഏറ്റവും താഴെ വെച്ചു. പിന്നെ 12ൻ്റെ സ്പാനർ, ഇതിന് 12ആണ് ഇതിൻ്റെ ഡ്രെയിൻ നട്ട് വരുന്നത്. അപ്പോൾ ഡ്രെയിൻ നട്ട് 12 വെച്ച് അഴിക്കുന്നു. ഞാൻ ഡ്രെയിൻ നട്ട് ഓരോ സർവീസിലാണ് മാറുന്നത്. അതായത് 6000 കിലോമീറ്റർ കൂടുമ്പോൾ ഞാൻ ഡ്രെയിൻ നട്ട് മാറാറുണ്ട്. 3000-നകത്ത് സെയിം ഡ്രെയിൻ നട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്യിക്കുക. നമ്മളെപ്പോഴും ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, അതായത് ഒന്ന് ടൈറ്റ് ചെയ്യുക, ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം വലിച്ച് ഒന്ന് ലൂസാക്കുക. ഓക്കെ, ഇനി ഏകദേശം കറക്റ്റാണ് വീടുന്ന രീതിക്ക് വയ്ക്കുക. യെസ്, നല്ല കട്ടി ബ്ലാക്ക് ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഓഡിയറിൻ്റെ ഒരു കുഴപ്പമില്ലത് ഞാൻ പറയുന്നില്ല. കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ആകും. സ്പീഡെന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഡ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡർ ആവുന്നത് നോർമലാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള വർക്കെല്ലാം തീർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകത്രത്തോളം അത് ഹാർഡാണെന്നുള്ള ഓയിൽ. ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ക്യാപ്പും കൂടെ നമ്മളൊന്ന് ഓപ്പണാക്കി പുറത്തോട്ട് വെക്കണമെന്ന് ഞാൻ പറയത്തില്ല, എന്നാൽ ജസ്റ്റ് ഇതിനകത്ത് എയർ കയറാൻ വേണ്ടിയുള്ള രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെ വെച്ചേക്കണം. എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിക്കാം. അപ്പോൾ എയർ ഫിൽറ്റർ ഞാൻ മാറിയിട്ട് അധികം ആയിട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പം എയർ ഫിൽറ്ററും കൂടെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ റീപ്ലേസ് വിടാറുണ്ട്. അതിന് ടൈമിൽ നോക്കാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പല രീതിക്കുള്ള പല കണ്ടീഷനിൽ കൂടെയുള്ള ഓട്ടോ ആയതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമുക്കിനിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം സീറ്റ് ഒന്ന് അഴിച്ച് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് അഴിക്കാം. ഈ ഒരു പോർഷൻ അഴിച്ച് ഇതിനകത്താണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് അഴിക്കാം. കൊടുത്തിരിക്കുന്ന 1, 2 സ്ക്രൂ അഴിച്ച അവിടെ ഒരു ക്ലിപ്പാണ് വരുന്നത്. ക്ലിപ്പ് ഇങ്ങോട്ട് ഊരി എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ നമുക്ക് പെട്ടെന്ന്
ഈ ഒരു കേസിനകത്താണ് നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത്. 1 2 3 രണ്ട് ഇവിടത്തെയും കൂടെ കൂട്ടി 4 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് ഊരിയെടുക്കാം. ഒരുപാട് നാളായി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ഇതെല്ലാം പീസാക്കിയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു സർവീസിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഭാഗങ്ങളൊന്നും അവർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. സമയക്കുറവ് കൊണ്ട് ഞാനും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇനിയിപ്പം പഴയ കണ്ടീഷനിലോട്ട് എനിക്കൊന്ന് റീകണ്ടീഷൻ ചെയ്തെടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ സമയമുണ്ട് ഏറെക്കുറെയൊക്കെ ആ രീതിക്ക് എനിക്കൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ഞാനത് ഷുവറായിട്ടും ചെയ്യാൻ വേണ്ടി പോവാണ് ബൈക്കിൻ്റെ പഴയ കണ്ടീഷനിലോട്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ ഈ ബൈക്കിൻ്റെ കണ്ടീഷൻ ശരിക്കും അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഈ ഒരു കണ്ടീഷനിലോട്ട് ഈ വാഹനം മാറിയിട്ട് ഏകദേശം ഒരു 3 വർഷം ആകാറായി. ഇത്ര മോശ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അതുവരെ ഈ വാഹനം എന്നും പുതിയതുപോലെയായിരുന്നു. കാരണം അതുപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സമയക്കുറവ് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും വാഹനത്തിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ നോക്കുക, നമ്മുടെ വാഹനത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമുക്ക് തിരിച്ച് റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് ഏതായാലും അഴിച്ച് നോക്കിയിട്ട് കൃത്യം പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് അഴിക്കുന്ന കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലി ഒന്ന് നോക്കിക്കോണം. കാരണം ഒരു കാരണവശാലും വിഷ്വലി നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിച്ചിട്ട് 1 2 3 4 പെട്ടെന്ന് ഞാനൊന്ന് അഴിച്ചും നമുക്ക് ഓടി വരാം. എന്നിട്ട് ഈ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അറിയാം. അങ്ങനെ 4 സ്ക്രൂ അഴിച്ചു. ഞാനിതിപ്പോൾ ഒന്ന് ഊരിങ് എടുക്കുകയാണ്. ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലെയാണ് എയർ സക്ക് ചെയ്യുന്നത്. അതായത് ഈ മേളത്തെ പോർഷനിൽ നിന്നാണ് എയർ ഇതിനകത്തോട്ട് എടുക്കുന്നത്. അതായത് ഈ പോർഷൻ കൂടെ കയറി ഇതിലെയാണ് പോരുന്നത്. ഏതായാലും കണ്ടീഷൻ കണ്ടിട്ട് നല്ല പഴക്കം തോന്നുന്നുണ്ട്. ഓക്കെ, ഇല്ല അത്രയും പ്രശ്നമില്ല. എന്നാൽ ഇത് അകത്തെ പോർഷനാണ്. ഇത് പുറമേ ഉള്ള ഡസ്റ്റ് ഫുള്ള് കയറിയിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനിയൊരു പുതിയ എയർ ഫിൽറ്ററും കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 167 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഔട്ട് സൈഡാണ്. ഇത് കറക്റ്റ് കണ്ടോ? രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഇൻസൈഡ് പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ചെളി ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി ഇനിയിപ്പോൾ തിരിച്ചിടുകയാണ്. ഈ എയർ ഫിൽറ്റർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു മാർക്കിങ് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? നമ്മൾ ഏതൊരു പാർട്ട് ഇടുമ്പോഴാണല്ലോ ശ്രദ്ധിച്ചോണ്ട് ഇതിങ്ങനെയാണ് വരുന്നത്. ഈ പോർഷൻ വേണ്ട ഇവിടെ ഈ ഒരു ലോക്കിലാണ് വരേണ്ടത്. ഓക്കെ, ഇതിനകത്ത് കയറുന്ന രീതിക്ക്. യെസ്, ഇനി ലോക്കായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു എയർ ഫിൽറ്റർ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് തരാമെന്ന്. പക്ഷേ ഒരുപാട് പേര് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. പല മാനുഫാക്ചേഴ്സും ശരിക്കും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പല മാനുഫാക്ചേഴ്സും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെടാറില്ല, റീപ്ലേസ് ചെയ്യാനേ പറയാറുള്ളൂ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പറയാമായിരിക്കും ഇല്ല ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്താണ് ഇടുന്നത്. ശരിക്കും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. എയർ ഫിൽറ്റർ ഒരു തവണ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലോക്കായി പോകാനുള്ള ചാൻസസ് ആണ് വളരെ കൂടുതൽ. കാരണം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, ഈ ഒരു പോർഷൻ ഇതിലെയാണ് എയർ വലിക്കുന്നത്. അതായത് ഈ പോർഷൻ കൂടെ എയർ വലിക്കുന്നു, ഇതിലകത്തോട്ട് പോകുന്നു. നമ്മൾ എയർ അടിക്കുകയാണെങ്കിൽ പലരും ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇതിലെ എയർ അടിക്കും, തിരിച്ച് ഇതിലെ റിട്ടേൺ അടിക്കുമ്പോൾ ഇതിലെ പുറത്തോട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇത് കയറി ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കവർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഈ ഒരു കവറിലൂടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോട്ടീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് ചിലപ്പം കാണാൻ സാധിക്കത്തില്ലായിരിക്കും. നോട്ടീസ്: ഡു നോട്ട് ക്ലീൻ എയർ ഫിൽറ്റർ, റീപ്ലേസ് ഇറ്റ് അക്കോർഡിംഗ് ടു മെയിൻ്റെനൻസ് ഷെഡ്യൂൾ. അതായത് ഇത് പറഞ്ഞിരിക്കുന്ന ഒരു ടൈം ലിമിറ്റിൽ റീപ്ലേസ് ചെയ്യാന്നല്ല, ഒരു കാരണവശാലും എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നാണ് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ ഇത് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അതിപ്പോൾ എയർ ഫിൽറ്റർ ആണെങ്കിൽ AC ഫിൽറ്റർ ആണല്ലോ, അത് ബൈക്കിൻ്റെ കാര്യമല്ല കാറിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമുക്ക് ഈ കവറൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത ശേഷം ആ ഒരു പോർഷൻ കൂടെ തീർക്കാം. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒന്ന് റീപ്ലേസ് ചെയ്യാം. സ്പാർക്ക് പ്ലഗ് ആണ്. ചാമ്പ്യനും NGK അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും ചാമ്പ്യനാണ് നേരത്തെ കിടന്നത്. നമ്മൾ പ്ലഗ് മാറുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ സൈസ് സെയിം ആണോ നോക്കണം. ലെങ്ത്ത്, അതായത് നീളം കൂടുതലോ കുറവോ ഒന്നും ഇല്ലല്ലോ എന്ന് കൺഫേം ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്ലഗിൻ്റെ ഗ്യാപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് വിഷ്വലി നോക്കിയാലും മതി, അല്ലെങ്കിൽ ഒരു ആക്സോ ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് നമുക്കൊരു വിഷ്വലി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് അടുക്കോ ഇത് മുട്ടി വല്ല ഇരിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഇനി ഇതിടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ അഴിച്ചതുപോലെ തന്നെ നേരെ ഇടുക, പതുക്കെ ടൈറ്റ് ചെയ്യുക. ബാക്കി നമ്മുടെ ടൂളും കൂടെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ടൈറ്റ് ചെയ്യാം.
ഓക്കെ, ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓയിൽ യൂസ് ചെയ്ത് സെയിം ഗ്രേഡ് ഓയിൽ യൂസ് ചെയ്തൊന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷന് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രെയിൻ നട്ട് മുറുക്കിയതിന് ശേഷം എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. നമുക്കിനി എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കൃത്യം ഇതിനകത്ത് ഒഴിക്കേണ്ട എഞ്ചിൻ ഓയിലിൻ്റെ അളവും കൂടെ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം വെറുതെ ഒഴിക്കാൻ പോകരുത്. ഞാൻ ഏതായാലും മേടിച്ചിരിക്കുന്ന ഓയിൽ കപ്പാസിറ്റി 900 ml ആണ്, 900 ml ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സർവീസിൻ്റെ മാനുവൽ ഓൺലൈനിൽ ഞാൻ എടുത്തായിരുന്നു. അതായത് ഈ വാഹനത്തിൻ്റെ ഓണേഴ്സ് മാനുവൽ ഞാൻ എടുത്തായിരുന്നു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി 1 ലിറ്ററാണ്. അത് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ, അതായത് ഫുൾ അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ഡ്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.85 ആണ് വരുന്നത്. 850 ml ആണ് നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഏതായാലും ഞാനത് വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യാൻ, നമുക്കത് അളന്നെടുത്ത് വേണം നമുക്ക് ഒഴിക്കാം. ഒരു മെഷറിംഗ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും ചോദിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒഴിച്ച് സ്റ്റിക്ക് നോക്കി എടുക്കാം. അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് കറക്റ്റ് രീതിക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രൊസീജിയറാണ് ഞാൻ ഈ പറയുന്നത്, ഒരു അളവ് ജാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു അളവ് നോക്കി 850 ആണ്, 850 തന്നെ ഒഴിക്കാം. അതിനുശേഷം കൃത്യമാണോ ഇല്ലയെന്നും കൂടെ നമുക്ക് ഈ ഒരു ലെവൽ സ്റ്റിക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സ്റ്റിക്ക് നോക്കി നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഈ സ്റ്റിക്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നല്ല രീതിക്ക് വൃത്തിയായിട്ട് തുടച്ച് ഈ ഒരു പോർഷനും കൂടെ, അതായത് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ഈ പോർഷനും കൂടെ നന്നായിട്ടൊന്ന് തുടച്ച് വേണം നമ്മൾ തിരിച്ച് ഈ ക്യാപ്പ് ക്ലോസ് ചെയ്യാൻ. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഫില്ല് ചെയ്യുന്നതിൻ്റെ ക്യാപ്പിൻ്റെ ആ പോർഷനിൽ ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തോണം. ഇതിൻ്റെ സ്റ്റിക്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുക. ഓയിൽ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ലെവലും കൂടെ ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഡ്രെയിൻ നട്ട് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു നല്ല എന്നാ പറയുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യേണ്ട അവിടെയും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. കാരണം ഏതെങ്കിലും രീതിക്ക് തരിയോ പൊടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വെച്ച്, എന്നിട്ട് ഡ്രെയിൻ നട്ട് തിരിച്ച് ഞാൻ ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു തവണ നമുക്കിത് ഡ്രെയിൻ നട്ട് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അടുത്ത പ്രാവശ്യം അത് ഉറപ്പായിട്ടും റീപ്ലേസ് ചെയ്തോണം. ഇനി നമ്മുടെ 12 വെച്ച് ഞാനൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ഒത്തിരി ഓവർ ടൈറ്റ് ചെയ്യേണ്ട, എന്നാൽ അത്യാവശ്യം നോർമൽ ഒരു ടൈറ്റ്, കാരണം നമ്മുടെ ടോർക്ക് റേഞ്ച് ഇരിപ്പില്ല. ഓക്കെ, അപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് എഞ്ചിൻ ഓയിൽ ഒന്ന് പൊട്ടിക്കാം. ഇത് ഒരു തവണ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അടച്ച് വയ്ക്കാൻ സാധിക്കത്തില്ല. അതേലും നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു മഗ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ജാറ് വളരെ നീറ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തിക്കുകയാണ്. ഞാനിതിപ്പം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ടിഷ്യൂ വെച്ച് ഒന്നുകൊണ്ടും തുടച്ചൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലെന്നൊന്ന് കൺഫേം ആക്കി, പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കൺഫേം ആക്കി ഇനി ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. നിലത്ത് വെച്ച് അതിൻ്റെ കൃത്യ അളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കൃത്യം 850 ml ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിലൊരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നോസ് പോലെ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഒരു ഫണൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഓയിൽ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ഇത് ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ലെവൽ, അതായത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നോക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഒരു മിനിറ്റെങ്കിലും സമയം കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ഫില്ലപ്പ് ചെയ്യാം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റീഫിറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എയർ ഫിൽറ്ററിൻ്റെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ നട്ട് ടൈറ്റ് ചെയ്തു, എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, പ്ലഗ് മാറിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് എല്ലാം ഓക്കെ ആണോ എന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ കവറെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഇതിനകത്ത് ടൈറ്റ് ചെയ്യാനുള്ള സ്ക്രൂ 2 മിച്ചമുള്ള, ഒന്ന് ഇതും ഒന്ന് ഈ സെൻറ്ററിലുള്ള സ്ക്രൂ. അതിന് മുമ്പ് നമുക്ക് ഏതായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കീ ഇട്ടു, കീ ഓൺ ചെയ്തു, ന്യൂട്രൽ പൊസിഷനാണ്, സെൽഫ് അടിക്കുകയാണ്. യെസ്, നമ്മുടെ വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായി. ഇളക്കിയിടുവാണ്. എയർ ഫിൽറ്ററൊക്കെ മാറിയതുകൊണ്ട് ഒരു ചെറിയ പെർഫോമൻസ് ഡിഫറൻസ് വരും. ഓയിലും കൂടെ ഒക്കെ മാറിയുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിഫറൻസ് നമുക്ക് ഉറപ്പായിട്ടും വരും. ഏതായാലും ഞാൻ വാഹനം ഒന്ന് ഓടിച്ച് നോക്കട്ടെ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വാഹനം ഒന്ന് ഓടിച്ച് നോക്കി. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർവീസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇതൊരു സർവീസ് അല്ല. ബട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റും പിന്നെ എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും അത്യാവശ്യ ഘടകങ്ങളാണ് നമ്മുടെ ഒരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട്. അത് പെട്രോൾ വാഹനത്തിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഡീസൽ വാഹനത്തിൻ്റെ മെയിൻ അല്ലേന്ന് ചോദിച്ചാൽ എയർ ഫിൽറ്റർ മെയിനാണ്, സ്പാർക്ക് പ്ലഗ് വരുന്നില്ല, അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. പക്ഷേ ബൈക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ മെയിൻ്റെനൻസ്
കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ലൈഫും കൂടുന്നതായിരിക്കും. നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണെന്നുണ്ടെങ്കിൽ പവർ ലോസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓയിലൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രീതിക്ക് 6000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിക്കും 3000 കിലോമീറ്റർ നേരത്തെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാലോ, നമ്മൾ കുറച്ച് കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ വാഹനം ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുള്ളതുകൊണ്ടാണ് എല്ലാവരോടും ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസക്കണക്ക് വെച്ച് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതിൽ ഒരു കാരണവശാലും ഒരു മുടക്കം വരാൻ പാടില്ല.